ഇവിടെ ശ്രീ ശ്യാമരാജ്, ഇവിടെ ഈ രൂപയുടെ വില കുത്തനെ ഇടിഞ്ഞത് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വില വർധനവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിലാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാന പാർട്ടിയും ഒക്കെ ആദ്യം കുറ്റപ്പെടുത്തുക കേന്ദ്ര സർക്കാരിനെയാണ്. ഇപ്പോൾ ഇന്ധന വിലയുടെ കാര്യമെടുക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോഴും അതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഒരു പരാതി. മറ്റൊന്ന്, പച്ചക്കറികൾക്കും പല വ്യഞ്ജനങ്ങൾക്കും പാചകവാതകത്തിനൊക്കെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം കൂടി ഒരു കാരണമായി കാണിക്കുമ്പോൾ ഈ ഭക്ഷ്യ ആരോഗ്യ സബ്സിഡികൾ വെട്ടിക്കുറച്ച് അത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് എന്ന വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചത് അത് ഗ്രാമീണ മേഖലയിൽ ജനങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നു. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾ ഫലപ്രദമാകുന്നില്ല എന്ന ആക്ഷേപമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്നത്. കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നാണോ ശ്രീ ശ്യാമരാജ്? നോക്കൂ ഗോപികൃഷ്ണ, താങ്കൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. കേന്ദ്രത്തിന് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല, കേന്ദ്രത്തിന് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഒന്ന്, നമ്മുടെ രൂപയുടെ മൂല്യത്തിൻ്റെ ഡിക്ലൈൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തുടക്കം മുതലുള്ളൊരു കാര്യങ്ങൾ എടുത്തു നോക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ 47കളിൽ എത്രയായിരുന്നു, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പ് എത്രയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഉയർച്ച താഴ്ചകളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇന്ധനവിലയുടെ കാര്യം ഏകദേശം 85-90% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയെ സംബന്ധിക്കുന്ന ഏതൊരു കാര്യത്തിനെയും അത് നമ്മുടെ രാജ്യത്തിന് റിഫ്ലക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പൊ പ്രധാനമായിട്ടും ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള യുദ്ധവും അതിനോട് ചേർന്നിട്ടുള്ള ആ സാഹചര്യങ്ങളൊക്കെയാണ് ഇന്ധനവില ഇങ്ങനെ ആഗോളതലത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് തന്നെ കാരണം. അത് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ സൗദി അറേബ്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണല്ലോ. അവിടെ കഴിഞ്ഞ ഈ പശ്ചിമേഷ്യയിലെ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപും അതിനുശേഷവും പെട്രോളിലുണ്ടായിട്ടുള്ള അവരുടെ രൂപയിൽ ഉള്ള മാറ്റം എന്ന് പറയുന്നത് ഏകദേശം 57-60 രൂപയാണ്. ഡീസൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ഏകദേശം 45-50 രൂപയാണ്. അത് ഏതാണ് UAE പോലെയുള്ള പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറുവശത്ത് ഇന്ത്യയിൽ എന്താണ് സ്ഥിതി? 10-12 രൂപയാണ് നമ്മുടെ ഈ യുദ്ധത്തിന് മുമ്പ് ശേഷവുമായിട്ട് വർദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ മുഴുവൻ ലിസ്റ്റ് നിങ്ങൾക്ക് എടുത്തു തരാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏതൊരു രാജ്യം, ഇന്ത്യ, US, UK മുഴുവൻ രാജ്യങ്ങളെടുത്താലും അതിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വില വർദ്ധിച്ചിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് വെറുതെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചാലും അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അല്ല, ഞാൻ പറയട്ടെ. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് അതിലോട്ട് ഞാൻ വരാം. നോക്കൂ, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിൽ മുഴുവൻ, അതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള മുഴുവൻ രാജ്യങ്ങളിലും, അതായത് US-ലായിക്കോട്ടെ, US-ലെ പെട്രോളിന് 75-85 രൂപയാണ് കൂടിയിട്ടുള്ളത്. ജർമ്മനിയിൽ 150, ഞാനെല്ലാം പറയുന്നത് രൂപയിലാട്ടോ, 150-165 രൂപ വരെ ജർമ്മനിയിൽ പെട്രോളിന് കൂടുമ്പോൾ ഇന്ത്യയിൽ കൂടിയിട്ടുള്ളത് എത്രയാണ്? 10-12 രൂപ മാത്രമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ വലിയ രീതിയിൽ ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് വെറുതെ സാധിച്ചിട്ടുള്ളതല്ല. അത് ഞാൻ പറഞ്ഞുതരാം. 2021 നവംബർ 4-ന് കേന്ദ്ര സർക്കാർ പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും വെച്ചിട്ട് അതിൻ്റെ വിലയിൽ ടാക്സ് വേണ്ട എന്ന് വയ്ക്കുകയുണ്ടായി. 2022 8 രൂപയും 6 രൂപയും അതേപോലെ തന്നെ മാറ്റുകയുണ്ടായി. ഏറ്റവും അവസാനം നോക്കൂ, 2024 2 രൂപ വെച്ച് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ 2026, അതായത് ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ടാക്സിൽ നിന്ന് 10% പെട്രോളിനും ഡീസലിനെയും കുറിച്ചിട്ടുള്ളത്. അന്ന് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് 0 പൈസ, അതായത് 1 രൂപ പോലും ഈ ഡീസലിന്റെ ഇറക്കുമതി അല്ലെങ്കിൽ ഡീസൽ ഇറക്കുമതി ചെയ്ത് കഴിയുമ്പോൾ ഡീസലിന്റെ ടാക്സിൽ ലാഭം കിട്ടുന്നുണ്ടായില്ല. അപ്പൊ ആ രീതിയിൽ രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അത് ബാധിക്കാതിരിക്കുന്നതിൽ വലിയൊരു പങ്ക് കേന്ദ്ര സർക്കാർ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറ്റു രാജ്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ഏത് രാജ്യവും നിങ്ങൾ എടുത്ത് നോക്കൂ, നമ്മളെപ്പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതിന്റെ വളരെ ചെറിയൊരു ശതമാനത്തിൽ മാത്രമാണ് വർധനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് ഈ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ടാക്സ് കുറച്ചപ്പോൾ ഇന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി തയ്യാറായി. പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി തയ്യാറായി. കേരളം ചെയ്തത് എന്താണ്? ഈ പ്രകാശൻ മാഷുടെ LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത്, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മറ്റൊട്ടുമിക്ക സംസ്ഥാനങ്ങളും ടാക്സ് കുറച്ചപ്പോൾ സെസ് എന്ന് പറഞ്ഞിട്ട് 2 രൂപ സാമൂഹിക പെൻഷന് വേണ്ടിയിട്ട് സെസ് എന്ന് പറഞ്ഞിട്ട് 2 രൂപ കൂട്ടി ആര്? ഈ സർക്കാർ. എന്നിട്ട് ആ സാമൂഹിക പെൻഷൻ കൊടുത്തോ?
അതുപോലും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന്. അതായത് ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ കുറയ്ക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ടാക്സ് കുറച്ചപ്പോൾ കേരളത്തിൽ സെസ് എന്ന് പറഞ്ഞ് ടാക്സ് കൂട്ടുക മാത്രമല്ല, ആ പറഞ്ഞ കാരണം സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ആ പെൻഷൻ കൊടുത്തിട്ട് പോലുമില്ല. ഇന്ന് നിങ്ങളിപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നിങ്ങൾ വിട്ടോളൂ. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഒക്കെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അവിടെയും നോക്കൂ, തമിഴ്നാട്ടിൽ പെട്രോൾ മറ്റേ കർണാടകത്തിലും കമ്പയർ ചെയ്യുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ പെട്രോളിന് വിലയുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണെന്നേ. നമ്മുടെ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് തെലങ്കാന കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ടാക്സ് ചുമത്തുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ എന്താണ് അതിന് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കാത്തത്? ഞാൻ ചോദിക്കുന്നത്, ഇത്ര നാളും ഭരിച്ചിരുന്ന ഈ സംസ്ഥാനം നമ്മുടെ LDF സർക്കാരിന് എന്താണ് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കാത്തത്? ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF സർക്കാരിന് എന്തുകൊണ്ടാണ് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കാത്തത്? ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.